ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രാവിലെ ചിക്കൻ കറി വയ്ക്കുകയാണ്. നാടൻ ചിക്കൻ കറി. ഇന്ന് നമ്മൾ മിക്ക ദിവസവും ചിക്കൻ കറി ഉണ്ടാവും, എന്നാലും ഇന്ന് നാടൻ ചിക്കൻ കറി, സാധാ രീതിയിലുള്ള ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മുളക് പൊടി നമ്മൾ മുളക് മേടിച്ച് പൊടിപ്പിക്കുമല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം മുളക് വാങ്ങിച്ച് വന്നപ്പോഴത്തേന് പൊടിക്കാൻ താമസിച്ച്. അത് കാരണം നമ്മൾ ഉണങ്ങിയ മുളകേല കുറച്ച് നമ്മൾ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പൊടിച്ചെടുത്ത് ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ മില്ലി പൊടിപ്പിക്കുന്നതും നമ്മൾ പൊടിക്കുന്നതുമായിട്ട് ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ണിലോട്ട് പുകയടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ഇന്ന് ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്കത് ചട്ടി നല്ലോണം ചൂടായി കിടപ്പുണ്ട്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുകും ഒക്കെ പൊട്ടിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് എടുക്കാം. ഇതാ നല്ലോണം ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായെന്ന് പറഞ്ഞാൽ നല്ല തീ ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. വെളിച്ചെണ്ണ ഏറെ വേണം, കാരണം ഇതെല്ലാം വഴന്ന് വരണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കടുകിടാം. കടുക് ഇട്ട് പൊട്ടിക്കാം. ചെറിയ ചാറ്റമഴയുണ്ട്, കുഴപ്പമില്ല, ഐശ്വര്യമാണ്. ഇതാണ് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ടോ. നല്ലോണം എണ്ണ ചൂടായതുകൊണ്ടാണ് അത്രേ ഇതായിട്ടത് പൊട്ടി വരുന്നത്. കണ്ടോ, നമുക്ക് രണ്ട് മൂന്ന് ഉലുവയെ വീഴാവുള്ളത്. മതി. ഉലുവ ഇടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ടേസ്റ്റിന് ചേർത്തതാണ്. ഇതാ ഫ്രണ്ട്സ്, ഇതിനകത്ത് നമ്മൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുക. നമുക്കിത് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് ഒരു ചട്ടി കൊടുത്ത് ഇളക്കി വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും മുന്നോട്ട് പോകാം. നല്ല വൃത്തിയായിട്ട് ഇളക്കി നല്ല ആവി പറക്കുന്നുണ്ട്. ഇളക്കുമ്പോൾ പെട്ടെന്ന് ഇതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതിലൊരു സ്പൂണ് ഉപ്പിടുവാണ്. ഇച്ചിരി കൂടി ഇട്ടാൽ നമ്മൾ കറിക്ക് ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാം. ഉള്ളിക്കകത്തിട്ടതേ ഉള്ളൂ. അതുകൊണ്ട് വരട്ടെ. നമ്മൾ ഇതിനകത്ത് ചേരാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മിക്സിയിൽ നമ്മൾ പൊടിച്ച്, മുളക് ഉണങ്ങിയത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തത്. നല്ല കളറുള്ള കാശ്മീരി ചില്ലിയാണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ, നല്ലൊരു സ്പൂണ്, 2.5 സ്പൂണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. ഇത് ചിക്കൻ മസാലയാണ്, ഏവീസിൻ്റെയാണ്, അതുകൊണ്ടാണ് ഈ കളറെന്ന് തോന്നുന്നത്. ഇതാ കുരുമുളകും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചത്, കറിവേപ്പില, പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉപ്പ്. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നതാണ്. ഇടയ്ക്ക് നമ്മളിത് ഇളക്കിയും കൂടെ കൊടുക്കണം, ഇല്ലെങ്കിൽ ഉള്ളിയൊക്കെ കരിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റാവും. ഗ്രേവി ഒരുപാട് വേണം. അതുകൊണ്ടാണ് കൊച്ചുള്ളി ഇട്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി സവാള ഏറെ ഇട്ടത്. ഇതാക്കണ്ട, ഓരോ പ്രാവശ്യം ഇളക്കുമ്പോഴും അത് നല്ലോണം വഴന്ന് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാ ചീനിച്ചട്ടി, അതുപോലത്തെ ചീനിച്ചട്ടി ഇൻഡാലിയത്തിൻ്റെയാണ്. അപ്പോൾ ചൂട് കൂടുതലാണ് അതിന്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഉള്ളി വഴന്ന് വരുന്നത്. ഇത് വഴന്ന് കിട്ടി. ഇനി ഇതിനകത്തോട് നമുക്ക് മസാലകൾ എടുത്തിട്ട് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് വരണ്ട, എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ കാണിച്ച മസാല മുഴുവൻ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഉപ്പൊഴിയ ബാക്കിയല്ല, കാരണം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം. നമുക്കതിന് ഇളക്കി എടുക്കാം. നല്ല തിക്കായിട്ടുണ്ട്. ഇളക്കുമ്പോൾ അത് മനസ്സിലാവും. സ്പൂൺ അങ്ങോട്ട് നീങ്ങുന്നില്ല.
കണ്ടോ മുളക് പൊടിച്ച് അല്ലെ വറുത്തരച്ച് ഒക്കെ കറി വയ്ക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ മില്ലിൽ പൊടിക്കാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ അതിന് നമ്മൾ വീട്ടിൽ പൊടിക്കും. ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുവാണേ. മിക്സിയിൽ പൊടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്, കറിക്ക് ടേസ്റ്റൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് ഒരു കുറച്ചേറെ മുളക് മേടിച്ച് വെച്ചിട്ട് അത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പൊടിക്കാൻ താമസിക്കുന്നത് കൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പൊടിച്ചെടുക്കും. ഇത് നല്ലോണം ഒന്ന് വഴണ്ട് മുളകൊന്ന് പച്ചകിടിയിൽ മാറിയിട്ട് നമുക്ക് ഇതിനകത്തോട് ചിക്കൻ സാധാ ചിക്കൻ കറിയാണ്. മുളകിൻ്റെ കളർ കണ്ടോ, കാശ്മീരി ചില്ലിയാണ്. മസാല എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇത് വഴറ്റിയത് കണ്ടോ, അതിനകത്തോട് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാതെ. ഞാൻ വെള്ളം ഒഴിക്കാമെന്ന് വെച്ചാൽ എനിക്കൊരു ക്യാമറമാനെ കിട്ടും, അതുകൊണ്ടാണ്. അത് കണ്ടോ ഗ്രേവിയായി വരുന്നുണ്ടോ. ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഗ്രേവിയാവും. നമ്മളിത് ഇങ്ങനെ കുറുക്കി വന്നിട്ട് നമ്മളതിനകത്തോട്ട് ചിക്കനൂടെ ചേർത്ത് കൊടുക്കും. ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് പത പൊട്ടട്ടെ. അതായത് ഗ്രേവി പോലെ വന്നിട്ട് നമ്മൾ ആ ഗ്രേവിക്കകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആ അരപ്പുമായിട്ട് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഗ്രേവി ആയിട്ട് വയ്ക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചിക്കൻ കറിയായിട്ടല്ലേ വയ്ക്കുന്നത്, നല്ല റോസ്റ്റ് ചെയ്യലല്ലോ. അപ്പോൾ അതിന് ചാറ് വേണം. അപ്പോൾ ഇത്രയും ഇതൊന്ന് പിടിക്കണമെങ്കിൽ തന്നെ ഇതിന് ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ച് നമ്മൾ കൊടുക്കണം. ഇച്ചിരി വെള്ളം നമുക്ക് ഒഴിക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം മതി, ഒത്തിരി വേണ്ട. കാരണം ചിക്കനകത്ത് വെള്ളം ഉണ്ടല്ലോ. നമ്മൾ ചിക്കൻ വേവിക്കാതെ ഈ അരപ്പിനകത്ത് വേവിച്ചെടുക്കുക. ഉണ്ടോ, ഇനി ഈ ചിക്കൻ തിളയ്ക്കുമ്പോൾ അതിന് ഉള്ള വെള്ളവും കൂടി ഊറി ഈ കറിക്കകത്ത് ഇറങ്ങും. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തീ എടുത്ത് വേവിക്കാം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ. ചിക്കൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ചതേ ഉള്ളൂ, വെന്തിട്ടില്ല. അത് നല്ലോണം വേകണം. അപ്പോൾ തിളച്ച് നല്ലോണം വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. മസാല പെരുംജീരകവും കുരുമുളകും ചിക്കൻ മസാലപ്പൊടി അല്ലാതെ ഒന്നും ചേർത്ത് തക്കാളിക്കയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേർത്തില്ല. പിന്നെ ആ മുളക് ഇച്ചിരി നമ്മൾ പൊടിച്ച് ചേർക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പൊടിക്കാൻ കൊണ്ടുപോകാൻ താമസമായതുകൊണ്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച് ചേർക്കും. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്തില്ല. സാധാ ചിക്കൻ കറി. അതെ, നാടൻ ചിക്കൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബ്രോയിലർ ചിക്കൻ തന്നെയാണ്. ഇവിടെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ ഉപ്പ് നമുക്ക് ആളെ കൊണ്ട് നോക്കിക്കണം. എനിക്ക് നോയമ്പായതാണ്, ഞാൻ ഉപ്പ് നോക്കത്തില്ല. അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. കൊള്ളത്തില്ല. ഉപ്പുണ്ടോ? ഇച്ചിരി ഉപ്പ് വേണം. കഴിച്ചില്ല. എന്തുണ്ട്? ഉപ്പുണ്ടോ? ഇച്ചിരി ഉപ്പ് വേണം അല്ലേ? ഉപ്പ് പോയി. ഉപ്പില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇടുവാണ്. ഞാൻ നോക്കിയിട്ടില്ല ഉപ്പ്. എനിക്ക് നാളെ പൊങ്കാലയ്ക്ക് നോയമ്പോ വേറെ ഉപ്പ് നോക്കത്തില്ല. ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് ഉപ്പൊന്ന് നോക്കിക്കുന്നുണ്ട്. ഇതൊന്ന് ഇതായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ അതിന് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ടല്ലോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയണം കേട്ടോ. ഒരു കമൻറ്റും ഇടത്തില്ല ആരും. കമൻറ്റ് പറയണം, എന്തെങ്കിലല്ലേ നമുക്ക് അതിന് മറുപടി പറയാനും അല്ലെങ്കിൽ പിന്നീടും ഓരോ വീഡിയോ ചെയ്യാനും നമുക്ക് തോന്നത്തുള്ളൂ.
ഞാനിവിടെ വീഡിയോ ഇടുക, നിങ്ങളാരും കമൻറ്റും പറയില്ല, ഒന്നും പറയില്ല. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കറി നല്ല കുറുകി വരുന്നുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ ഞാൻ പറയുന്നെങ്കിലും അതിനൊരു ഊർജ്ജം നിങ്ങളാണ് തരേണ്ടത്. അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വേണ്ട ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട നല്ല കളറ്, അത് മുളക് പൊടിയുടെയാണ്, നല്ല അടിപൊളി മുളക് പൊടിയാണ്. അതുകൊണ്ട് ചിക്കൻ വെന്ത് ഇനി നമുക്കിതെല്ലാം ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് അപ്പോൾ എല്ലാവരും വീണ്ടും ഞാൻ പറയുന്നത് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.